ഇനി കേന്ദ്രത്തിലേക്ക് പോയാൽ അവിടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. ഏപ്രിൽ 2 വരെയാണ് സമ്മേളനം. ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിക്കുക. സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരും. പുതിയ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കോൺഗ്രസിന്റെ നയരൂപീകരണ സമിതി യോഗവും വൈകിട്ട് നടക്കും. വിവരങ്ങളുമായി അഭിലാഷ് തന്നെ ചേരുന്നു. അഭിലാഷ്, ഇന്ന് യോഗം ചേരുന്നുണ്ട്. നാളെ തൊട്ട് ബജറ്റ് സമ്മേളനമാണ്. ഏറ്റവും പ്രധാനം ഈ പേരുമാറിയെത്തുന്ന തൊഴിലുറപ്പ് പദ്ധതി, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങളൊക്കെയാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഈ ബജറ്റ് സമ്മേളനവും സംഭവബഹുലമാവും എന്ന് ഉറപ്പിക്കാമോ? ശ്രീജ, തീർച്ചയായിട്ടും രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ, നമ്മുടെ പാർലമെന്റിനെ സംബന്ധിച്ചും രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമായ കാര്യമാണ് ഈ ബജറ്റ് അവതരണം എന്ന് പറയുന്നത്. അത് ഫെബ്രുവരി 1 ആരംഭിക്കുന്നത്. ഫെബ്രുവരി 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് ബജറ്റ് അവതരിപ്പിക്കും. നാളെ ബജറ്റ് സെഷൻ ആരംഭിക്കുകയാണ്. പ്രസിഡന്റ് ദ്രൗപദി മുർമു പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. മറ്റന്നാൾ 29 തീയതി എക്കണോമിക് സർവേ, അതായത് 2025 സാമ്പത്തിക സർവേ, അത് പാർലമെന്റിൽ അവതരിപ്പിക്കും. അത് നിർമ്മല സീതാരാമന് കൈമാറും. അതിനുശേഷം ഫെബ്രുവരി 1 നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുക. തുടർന്ന് 13 തീയതി ബജറ്റ് സെഷനിലെ ആദ്യത്തെ ഘട്ടം അവസാനിക്കുകയാണ്. പിന്നീട് മാർച്ച് 9 രണ്ടാം ഘട്ടം ആരംഭിക്കും. അതിനുശേഷം ചർച്ചകൾ നടക്കും. അതുമായി ബന്ധപ്പെട്ട് അവസാനം ഏപ്രിൽ 2 തീയതിയിട്ടാണ് ഈ വർഷത്തെ ബജറ്റ് സെഷൻ അവസാനിക്കുക. വളരെ നിർണായകമായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ റെയിൽവേ ആയാലും ഇൻഫ്രാസ്ട്രക്ചർ ആയാലും നഗരവികസനം, അതുപോലെ മാനുഫാക്ചറിങ്, ഓട്ടോ, ഡിഫൻസ്, ഹെൽത്ത് തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ, അതായത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന, വലിയ രീതിയിൽ അവർക്ക് സാമ്പത്തികമായ ലാഭം നൽകുന്ന ഒരു ബജറ്റായിരുന്നു 2025 ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. അതിൽ 12 ലക്ഷത്തിന് താഴെ വരുമാനമുള്ള ആളുകൾക്ക് നികുതി ഒഴിവാക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം, വമ്പൻ പ്രഖ്യാപനം, ഇടത്തരം ആളുകൾക്ക് വലിയ രീതിയിൽ സഹായം ലഭിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ അതുപോലെ ജനപ്രീതി നേടുന്ന ഒരു ബജറ്റ് ആയിരിക്കുമോ ഇത്തവണ എന്നുള്ളതാണ് ആളുകൾ കാത്തിരിക്കുന്നത്. മറ്റ് അവശ്യ സാധനങ്ങളുടെ വില കുറയുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ആളുകൾ ഉറ്റുനോക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് ഈ വാഹനങ്ങളുടെ നികുതിയൊക്കെ പെട്ടെന്ന് വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇടത്തരം കാറുകൾക്കൊക്കെ വില കുറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത്തരം ജനപ്രിയമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഈ ബജറ്റിലും പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ബജറ്റ് സെഷൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള സർവകക്ഷി യോഗം ഇന്ന് ചേരും. അതുപോലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് വൈകിട്ട് നയരൂപീകരണ യോഗം ചേരും. അതിൽ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിൽ, അതുമായി ബന്ധപ്പെട്ട ആ പദ്ധതി അട്ടിമറിച്ചു എന്നുള്ള ആരോപണം കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ പാർലമെന്റിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിന് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ നയം രൂപീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ബജറ്റ് സെഷൻ ആയതുകൊണ്ടും രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യമായതുകൊണ്ടും അത്തരം പ്രതിഷേധങ്ങൾ ബജറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒരല്പം പിന്നോട്ട് പോകുമോ എന്നുള്ളതും നമുക്ക് ഇന്ന് ഒരുപക്ഷെ നയരൂപീകരണത്തിൽ കോൺഗ്രസ് തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു 2026 സംബന്ധിച്ച്, വരുന്ന വർഷങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, രാജ്യത്തിലെ വികസനങ്ങൾ ഏതൊക്കെ തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ വളരെ നിർണായകമായ കേന്ദ്ര സർക്കാരിൻ്റെ കാഴ്ചപ്പാടുകൾ ഫെബ്രുവരി 1 അവതരിപ്പിക്കും. അതിന് എത്രയോളം തുകകളാണ് രാജ്യം മാറ്റിവെക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു മേഖല ലോകം മുഴുവൻ പുതിയതായി കാലെടുത്ത് വെക്കുന്ന ഒരു മേഖലയാണ്. അതിൽ രാജ്യം എത്രത്തോളമാണ് ചിലവഴിക്കാൻ പോകുന്നത് എന്നുള്ളതും ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏത് തരത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി ഈ ബജറ്റ് സെഷനിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.